ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈസി ആയിട്ട് ഒരു എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ആദ്യം തന്നെ വെജിറ്റബിൾസ് ആവശ്യമുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബസ്മതി റൈസ് വേവിച്ച് അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എഗ് ഫ്രൈഡ് റൈസിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യാണ്. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് അതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇത് നല്ല രീതിക്കൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കത് വേറെ പാത്രത്തിലേക്ക് എടുത്തിട്ട് ഒരു സൈഡിൽ മാറ്റി വയ്ക്കാം. ഒരു 5 to 10 മിനിറ്റ്സിൽ നന്നായിട്ട് കുക്കാവും. അതിനുശേഷം വീണ്ടും സെയിം പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ്, ഞാൻ എടുത്തിരിക്കുന്നത് 2 ഗാർലിക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഗാർലിക് ഒന്ന് ലൈറ്റായിട്ട് സോട്ടായി വരുമ്പോൾ വെജിറ്റബിൾസ്, ബീൻസ്, ക്യാബേജ്, ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ ക്യാരറ്റ്, ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. നല്ലപോലെ വേകേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾസ് ലൈറ്റായിട്ട് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ലൈറ്റായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരു 5 to 10 മിനിറ്റ്സ്, 10 മിനിറ്റ്സ് വേണ്ട, 5 മിനിറ്റ്സ് മതിയാവും. അത് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് എരിവിനായിട്ട് കുറച്ചുകൂടെ പെപ്പർ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ബസ്മതി റൈസ് ഇട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സൈഡിൽ മാറ്റി വെച്ച് എഗ്ഗും ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ സോയാ സോസ് കുറച്ച് മേലെ ഒരു സ്പൂൺ മതിയാവും. കുറച്ച് ഒരാൾക്കുള്ള അളവിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സ്പൂൺ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈസി എഗ് ഫ്രൈഡ് റൈസ് റെസിപ്പി ഇവിടെ റെഡിയായി. താങ്ക് യു.